നമസ്കാരം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനാൻസ് ബിൽ 2025 ഇൻകം ടാക്സ് റേറ്റ്, അലവൻസ്, ഡിഡക്ഷൻസ് എന്നിവയിൽ കൊണ്ടുവന്നിട്ടുള്ള മേജറായിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചാണ്. ഇൻഡിവിജ്വലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഓൾഡ് ടാക്സ് റെജീം അനുസരിച്ചോ അല്ലെങ്കിൽ ന്യൂ ടാക്സ് റെജീം അനുസരിച്ചോ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. ഓൾഡ് ടാക്സ് റെജീമിലെയും ഫൈനാൻഷ്യൽ ഇയർ 24-25 ന്യൂ ടാക്സ് റെജീമിൽ നിന്ന് പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള ന്യൂ ടാക്സ് റെജീമിലേക്ക് വന്നപ്പോഴുള്ള ചേഞ്ചസിനെ കുറിച്ചാണ് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി സെക്ഷൻ 87A റിബേറ്റിൻ്റെ ഇൻകം ലെവൽ എത്രയാണെന്ന് നോക്കാം. ഓൾഡ് ടാക്സ് റെജീം അനുസരിച്ച് 5 lakh rupees വരെയും ഫിനാൻഷ്യൽ ഇയർ 24-25 ന്യൂ ടാക്സ് റെജീം അനുസരിച്ച് 7 lakh rupees നിന്നും പ്രൊപ്പോസ്ഡ് ന്യൂ ടാക്സ് റെജീം ആയപ്പോഴേക്കും 12 lakh rupees വരെയായിട്ടത് ഉയർത്തി. അടുത്തതായി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾഡ് ടാക്സ് റെജീം അനുസരിച്ച് 50,000 rupees വരെയും ന്യൂ ടാക്സ് റെജീം അനുസരിച്ച് 75,000 rupees വരെയും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് ലഭിക്കും. സാലറി ഇൻകമുള്ള ഒരു ഇൻഡിവിജ്വലിന് ഓൾഡ് ടാക്സ് റെജീം അനുസരിച്ച് ടാക്സ് ഫ്രീ സാലറി ഇൻകം ലെവൽ എന്ന് പറയുന്നത് 5,50,000 rupees വരെയാണ്. ഫിനാൻഷ്യൽ ഇയർ 24-25 ന്യൂ ടാക്സ് റെജീം അനുസരിച്ച് എഫക്റ്റീവ് ടാക്സ് ഫ്രീ സാലറി ഇൻകം ലെവൽ 7,75,000 rupees നിന്നും പ്രൊപ്പോസ്ഡ് ന്യൂ ടാക്സ് റെജീം ആയപ്പോഴേക്കും 12,75,000 rupees ആയിട്ടത് ഉയർത്തിയിരിക്കുന്നു. ഓൾഡ് ടാക്സ് റെജീം പ്രകാരം 12,500 rupees ആണ് റിബേറ്റ്. ന്യൂ ടാക്സ് റെജീം പ്രകാരം 25,000 rupees ആണ് റിബേറ്റ്. അതിൽ നിന്ന് 60,000 rupees ആയിട്ടത് ഉയർത്തിയിരിക്കുന്നു. മാർജിനൽ റിലീഫ് ന്യൂ ടാക്സ് റെജീമിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഫിനാൻഷ്യൽ ഇയർ 24-25 ന്യൂ ടാക്സ് റെജീം അനുസരിച്ച് 7,27,770 rupees നിന്ന് 12,70,588 ഉയർത്തി. അടുത്തതായി ഓൾഡ് ടാക്സ് റെജീമിലെയും ന്യൂ ടാക്സ് റെജീമിലെയും ഡിഡക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ഇൻഡിവിജ്വൽസിനും ആപ്ലിക്കബിളായിട്ട് വരുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ATC ഡിഡക്ഷൻസ് ഓൾഡ് ടാക്സ് റെജീം പ്രകാരം 1,50,000 rupees വരെ ATC ഡിഡക്ഷൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. EPF, LIC, ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ചിൽഡ്രൻസ് ട്യൂഷൻസ് ഫീ, ഹൗസിംഗ് ലോൺ പ്രിൻസിപ്പിൾ ഇവയെല്ലാം ATC ഡിഡക്ഷൻസിൽ ഉൾപ്പെടുന്നതാണ്. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം സെക്ഷൻ 80D ഓൾഡ് ടാക്സ് റെജീം പ്രകാരം 60 വയസ്സിന് താഴെയുള്ള വ്യക്തിക്ക് 25,000 rupees വരെയും 60 വയസ്സോ അതിന് മുകളിലുള്ള വ്യക്തിക്ക് 50,000 rupees വരെയുമാണ് ഡിഡക്ഷൻസ് ലഭിക്കുന്നത്. സെക്ഷൻ 80U ഡിസേബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ലഭിക്കുന്ന ഡിഡക്ഷൻസ് ആണ്. ഓൾഡ് ടാക്സ് റെജീം പ്രകാരം ഫ്ലാറ്റ് 75,000 rupees വരെയും എന്നാൽ മോർ ദാൻ 80% ഓഫ് എ ഡിസേബിലിറ്റി ഉള്ള ഒരു ഇൻഡിവിജ്വലിന് 1,25,000 rupees വരെയും ഡിഡക്ഷൻ ലഭിക്കും. ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ലോൺ സെക്ഷൻ 80G ഡൊണേഷൻസ് ബാക്കിയുള്ള ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് ഇത് ഓൾഡ് ടാക്സ് റെജീമിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇലക്ട്രിക് വെഹിക്കിൾ ലോണിൻ്റെ ഇൻട്രസ്റ്റ് 1,50,000 rupees വരെ ഓൾഡ് ടാക്സ് റെജീമിൽ ഡിഡക്ഷനായി ലഭിക്കുന്നതാണ്. സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് 60 yearsന് താഴെയുള്ള വ്യക്തികൾക്ക് സെക്ഷൻ 80 TTA അനുസരിച്ച് 10,000 rupees വരെയും 60 yearsോ അതിന് മുകളിലുള്ള വ്യക്തികൾക്ക് സെക്ഷൻ 80 TTB അനുസരിച്ച് 50,000 rupees വരെയും ഓൾഡ് ടാക്സ് റെജീമിൽ ഡിഡക്ഷനായി ലഭിക്കുന്നതാണ്. സെക്ഷൻ 24B പ്രകാരമുള്ള ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ മാക്സിമം 2 lakh rupees വരെ ഓൾഡ് ടാക്സ് റെജീമിലും ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ ആക്ച്വൽ ഇൻട്രസ്റ്റ് എത്രയാണോ അത് ഓൾഡ് ടാക്സ് റെജീമിലും ന്യൂ ടാക്സ് റെജീമിലും ഒരുപോലെ ലഭിക്കുന്നതാണ്. സെക്ഷൻ 80CCH അഗ്നിവീർ കോർപ്പസ് ഫണ്ട് കോൺട്രിബ്യൂഷൻസ് ഓൾഡ് ടാക്സ് റെജീമിലും ന്യൂ ടാക്സ് റെജീമിലും ഒരുപോലെ ഡിഡക്ഷൻസ് ലഭിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാലറി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അവൈലബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസും അലവൻസസുമാണ്. ഈ അലവൻസസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയറിൽ നിന്ന് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിന് നിങ്ങൾക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓൾഡ് ടാക്സ് റെജീമിൽ ലഭിക്കുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. HRA എക്സംഷൻസ്, ലീവ് ട്രാവൽ അലവൻസസ്, അതർ അലവൻസസ് ഇൻക്ലൂഡിംഗ് ഫുഡ് അലവൻസസ്,
entertainment allowances, professional tax, perquisite for official purpose. അടുത്തതായി NBSലേക്കുള്ള എംപ്ലോയി കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 80CCD 1ഉം 1Bയും. 80CCD 1 പ്രകാരമാണെങ്കിൽ ATCയുടെ ലിമിറ്റായ 1,50,000 റുപ്പീസിൽ 80CCD 1ഉം ലഭിക്കും. കൂടാതെ 80CCD 1B പ്രകാരം അഡീഷണലായിട്ട് 50,000 റുപ്പീസിൻ്റെ ഡിഡക്ഷൻസും ലഭിക്കുന്നതാണ്. അടുത്തതായി ഓൾഡ് ആൻഡ് ന്യൂ ടാക്സ് റെജീമിലെ ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓൾഡ് ടാക്സ് റെജീം പ്രകാരമാണെങ്കിൽ 50,000 റുപ്പീസും ന്യൂ ടാക്സ് റെജീം പ്രകാരമാണെങ്കിൽ 75,000 റുപ്പീസുമാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസായി ലഭിക്കുന്നത്. ഇതിൽ ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. റിട്ടയർമെൻറ്റ് സമയത്ത് ലഭിക്കുന്ന വോളണ്ടിയറി റിട്ടയർമെൻറ്റ്, ഗ്രാറ്റുവിറ്റി, ലീവ് എൻകാഷ്മെൻറ്റ് കൂടാതെ സ്പെഷ്യലി എബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ലഭിക്കുന്ന ട്രാൻസ്പോർട്ട് അലവൻസസ്. ട്രാൻസ്പോർട്ട് അലവൻസസ് അപ് ടു 3,200 പെർ മന്ത് വരെയാണ് ഡിഡക്ഷനായി ലഭിക്കുന്നത്. ഡിഡക്ഷൻ ഓൺ ഫാമിലി പെൻഷൻ ഇൻകം അൺകമ്മ്യൂട്ടഡ് പെൻഷൻ്റെ 33.33% ഓർ 15,000 റുപ്പീസ് വിച്ച് എവർ ഈസ് ലെസ്. ഇതാണ് ഓൾഡ് ടാക്സ് റെജീം പ്രകാരമുള്ള ഡിഡക്ഷൻസ്. ന്യൂ ടാക്സ് റെജീം പ്രകാരമാണെങ്കിൽ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ്റെ 33.33% ഓർ 25,000 റുപ്പീസ് വിച്ച് എവർ ഈസ് ലെസ്. കൂടാതെ ഡെയിലി അലവൻസ്, കൺവെയൻസ് അലവൻസ്, NBSലേക്കുള്ള എംപ്ലോയർ കോൺട്രിബ്യൂഷൻ. സെക്ഷൻ 80CCD സബ്സെക്ഷൻ 2 പ്രകാരം NBSലേക്കുള്ള എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നോക്കാം. സാലറി പ്ലസ് DAയുടെ 14% ആണ് സെൻട്രൽ ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ എങ്കിൽ അതേഴ്സ് കോൺട്രിബ്യൂഷൻ സാലറി പ്ലസ് DAയുടെ 10% ആണ്. ഫൈനാൻഷ്യൽ ഇയർ 25-26ലെ ന്യൂ ടാക്സ് റെജീമാണോ ഓൾഡ് ടാക്സ് റെജീമാണോ ബെനിഫിഷ്യലായി വരുന്നത് നമുക്ക് നോക്കാം. അപ് ടു 12 lakh റുപ്പീസ് വരെ ഗ്രോസ് സാലറി ഉള്ള ഒരു ഇൻഡിവിജ്വലിന് ന്യൂ ടാക്സ് റെജീമാണ് ബെനിഫിഷ്യലായിട്ട് വരുന്നത്. കാരണം ഓൾഡ് ടാക്സ് റെജീം പ്രകാരമാണെങ്കിൽ അപ് ടു 12 lakh റുപ്പീസ് വരെ ഗ്രോസ് സാലറി ഉള്ള ഒരു ഇൻഡിവിജ്വലിന് 1,63,800 റുപ്പീസ് വരെ ടാക്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി 13 lakh റുപ്പീസ് വരെ ഗ്രോസ് സാലറി ഉള്ള ഒരു ഇൻഡിവിജ്വലിന് ന്യൂ ടാക്സ് റെജീം പ്രകാരം 25,000 റുപ്പീസാണ് ടാക്സ് എങ്കിൽ ഓൾഡ് ടാക്സ് റെജീം പ്രകാരം ഡിഡക്ഷൻസ് കൺസിഡർ ചെയ്യാതെ 1,95,000 റുപ്പീസ് വരെ ടാക്സ് വരാനുള്ള സാധ്യതയുണ്ട്. 13 lakh റുപ്പീസ് വരെ ഗ്രോസ് സാലറി ഉള്ള ഒരു ഇൻഡിവിജ്വലിന് ഓൾഡ് ടാക്സ് റെജീം ന്യൂ ടാക്സ് റെജീമിനേക്കാളും ബെനിഫിഷ്യൽ ആകണമെന്നുണ്ടെങ്കിൽ മിനിമം 6,92,308 റുപ്പീസിൻ്റെ ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കണം. 14 lakh റുപ്പീസ് വരെ ഗ്രോസ് സാലറി ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ന്യൂ ടാക്സ് റെജീം പ്രകാരം 81,900 റുപ്പീസാണ് ടാക്സ് എങ്കിൽ ഓൾഡ് ടാക്സ് റെജീം പ്രകാരം അതായത് ഡിഡക്ഷൻസ് കൺസിഡർ ചെയ്യാതെ 2,26,200 റുപ്പീസിൻ്റെ ടാക്സ് വരാനുള്ള സാധ്യതയുണ്ട്. 14 lakh റുപ്പീസ് വരെ ഗ്രോസ് സാലറിയുള്ള ഇൻഡിവിജ്വലിന് ഓൾഡ് ടാക്സ് റെജീം ന്യൂ ടാക്സ് റെജീമിനേക്കാളും ബെനിഫിഷ്യൽ ആകണമെന്നുണ്ടെങ്കിൽ മിനിമം 5,18,750 റുപ്പീസിൻ്റെ ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കണം. ഇതുപോലെ ഗ്രോസ് സാലറി 25 lakh റുപ്പീസ് വരെ വരുന്ന കേസസുകളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഗ്രോസ് സാലറി 25 lakh റുപ്പീസിന് മുകളിലുള്ള ഒരു വ്യക്തിക്ക് മിനിമം 8 lakh റുപ്പീസ് എങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഓൾഡ് ടാക്സ് റെജീം ന്യൂ ടാക്സ് റെജീമിനേക്കാളും ബെനിഫിഷ്യലായി വരികയുള്ളൂ. ഇത്രയും ഡിഡക്ഷൻസ് ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടാകണമെന്ന് പ്രാക്ടിക്കലി പോസിബിൾ ആകണമെന്നില്ല.